എന്തിനേറെ പറയണം, പിൽക്കാലങ്ങളിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളയുടെ ചരിത്രം പറയുന്ന കിതാബുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സഞ്ജൂഖി ഒരു ഭരണത്തിൽപ്പെട്ട ഒരു രാജാവ് ഭരണം നടത്തുന്ന കാലത്ത് മദീനത്തെ റൗള ഷരീഫിൽ ജൂതന്മാർ ഹബീബിന്റെ ശരീരം തുരന്നു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹബീബിന്റെ ശരീരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം റൗള ഷരീഫിൽ നിന്ന് പുറത്തുനിന്ന് തുളച്ചിട്ട് 3 കറുത്ത വർഗക്കാരായ ആളുകൾ, അവർ അൾജീരിയക്കാരായിരുന്നു എന്ന എന്റെ ചരിത്രത്തിൽ ഓർമ്മയുള്ളത്. അവര് വന്ന നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ഒരു ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ. എന്നിട്ട് മദീനത്തെ റൗള ഷരീഫിന്റെ അരികത്ത് നിന്ന് തുളക്കുകയാണ്. എങ്ങോട്ട്? റൗള ഷരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക. എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ, അത് എടുത്തു കൊണ്ടുപോകാൻ. പരിശുദ്ധ ഹബീബിന്റെ റൗളയിൽ മോഷണത്തിൽ 2 പ്രാവശ്യത്തിലേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹബീബ് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കുക രാജാവിന്, എന്റെ പള്ളിയിലേക്ക് വന്നു പോകുന്ന ആൾ നോക്കണം, അവൻ എന്റെ ഖബർ തുറക്കാൻ വരുന്ന ആളെ പിടികിട്ടുന്നില്ല. രാജാവ് ആസ്ഥാനത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു. സ്വപ്നത്തിൽ ആളെ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്ന ആളാണ്. 3 പേരെ കാണിച്ചു കൊടുത്തു. ഇവരാണ് ഈ പണി ചെയ്യുന്നത്. രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മദീനക്കാർ മുഴുവനും വരണം, എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട്. എല്ലാവർക്കും ഹദിയ കൊണ്ടുവന്നു രാജാവ്. ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈ കൊണ്ട് വാങ്ങിച്ചു പോണെന്ന് മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാ. എല്ലാവരും സമ്മാനം വാങ്ങിച്ചു പോയി. ഈ 3 ആളും വന്നില്ല. പടച്ചോനെ, എനിക്ക് ഹബീബ് കാണിച്ചു തന്ന 3 ആൾ എത്തിയിട്ടില്ലല്ലോ. അപ്പോ ആളയച്ചു, ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ? പറഞ്ഞ കുറച്ച് രോഗികളുണ്ട്, കുറച്ച് പ്രയാസം, അവരൊക്കെ കൊണ്ടുവരിന്ന് പറഞ്ഞു. എല്ലാരും കൊണ്ടുവന്നു. അവരൊക്കെ ഹദിയ വാങ്ങി. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ആളയച്ചു. പോലീസുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. 3 ആളെ കിട്ടി. രാജാവ് 3 ആളുകളുണ്ട്. അവരോട് വരാൻ പറഞ്ഞിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് രാജാവിന്റെ ഹദിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് കൂടാൻ വേണ്ടി വന്നവരാ, ഞങ്ങൾ വരുന്നില്ല എന്നാ പറഞ്ഞു. ആബിദീങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. 3 പേരെയും കൊണ്ടുവന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ 3 പേരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത മുഖസാദൃശ്യമുള്ളവർ. നിഷേധിച്ചവര്, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല. രാജാവ് വീണ്ടും ചോദിച്ചു. അവർ സമ്മതിച്ചു, ഞങ്ങൾ ഈ പണി ചെയ്യായിരുന്നു. ആരിടപെട്ട് കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടത്. അന്നൊരു ജൂതൻ മുസല്ല വന്ന് വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ മാന്തിയെടുക്കലാണ്. രാത്രി മണൽ ചാക്ക് കൊണ്ടുപോകും. രാവിലെ വന്ന ആദ്യം അദ്ദേഹം വരെ മുസല്ല വിരിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ചതിപ്രയോഗം നടന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് സ്വപ്ന ദർശനം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റൗള ഷരീഫിനെ കാണുന്ന റൗളയുടെ ഇന്നത്തെ കെട്ടിടം ഉണ്ടാകുന്നത്, അതിന്റെ തുടക്കം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അന്ന് മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ജൂതന്മാർക്കറിയാം അംബിയാഇന്റെ തടി അല്ലാഹു തആല മണ്ണിന് തിന്നാൻ കൊടുക്കൂല. നമുക്കല്ലേ ഇത് വിശ്വാസമില്ലാത്ത നമ്മൾ ചില ആളുകൾക്ക്? ജൂതന്മാർക്കറിയാം വർഷങ്ങളായി വഫാത്തായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ശരീരം മണ്ണ് തൊടില്ലെന്ന് ജൂതന്മാർക്കറിയാം. ഇത് ഇവിടുന്ന് കൊണ്ടുപോയാൽ മുസ്ലിം ലോകത്തിന് അള്ളാഹു പരാജയം വരുത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കണം. കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സ്വപ്ന ദർശനം കൊടുത്തു, പിടിക്കണം അയാളെ. നോക്കുമ്പോൾ നല്ല തലപ്പാവ് വെച്ച് തന്ന മുസ്ലിമാന്ന് അഭിനയിച്ചു വന്നിരുന്ന ആളാ. സുബ്ഹാനല്ലാഹ്. പിടിച്ചു, അയാളെ ശിക്ഷിച്ചു മാതൃകാപരമായി. എന്നിട്ട് റൗളയുടെ ചുറ്റും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി, ആ കിടങ്ങ് കുഴിച്ചതിൽ നേരത്തെ ഉഹദിൽ നടന്ന പോലെ ആ കിടങ്ങ് തറ കീറുന്ന സമയത്ത് തറയിൽ ചോര കണ്ടു. 100 സ്വഹാബിമാരെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ആ ചോര കണ്ടു. ആ രക്തം കണ്ടപ്പോ പണി നിർത്തിവെച്ചു. ഉലമാ അവിടെ വന്ന് പരിശോധിച്ചു നോക്കി. കാലിങ്ങനെ മണ്ണ് നീക്കുമ്പോൾ ഫഇദാ ഹുവ ഖദമു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലായിരുന്നു. കട്ട് ചെയ്തപ്പോൾ കാലിന് മൺവെട്ടി തട്ടിയതാണ്. ലോകപ്രസിദ്ധമായ അനുഭവങ്ങളല്ലേ ഇതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റൂഹിനെ ഈ രീതിയിൽ മനുഷ്യ ശരീരത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിൽ അത്ഭുതം കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ അല്ലാഹു നിലനിർത്തുന്നുണ്ട്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഇതെന്റേതാണ്, എന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്.
അതിന്റെ കഴിവുകൾ ഭയങ്കരമാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ റൂഹിനെ കണ്ടു തുടങ്ങുമെന്നാണ്. അതുവരെ കാണാത്ത മനുഷ്യൻ മരണമായി കഴിഞ്ഞാൽ റൂഹിനെ കണ്ടു തുടങ്ങും. സുബ്ഹാനല്ലാഹ്, അതുവരെ കണ്ടിട്ടില്ല റൂഹിനെ. എത്രയോ ആളുകൾക്ക് മരണത്തിന്റെ തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന നേരത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ആ മലക്കുകളെ വന്നിരിക്കിൻ, നിങ്ങൾ എവിടെ നിന്ന് വരെയാണ്? അവരോട് കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ പോകുന്ന സമയം ഇങ്ങനെ പറയാണ്, ഇവിടെ ഇരിക്കിൻ, ഇങ്ങോട്ട് ഇരുന്നേക്കിൻ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابت ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറഹ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് കാലിടറാത്ത വിധം അല്ലാഹു തആല ഇൽഹാം ചെയ്തു കൊടുക്കുന്നു ഉത്തരങ്ങൾ. അല്ലാഹു മുഅ്മിനീങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്ത് ആസന്നമായപ്പോൾ അവരുടെ ഒരു ഖുബ്ബയുടെ താഴെയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ യാത്ര പറയാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കിൻ. എല്ലാവരും പുറത്തു കടന്നു. രോഗം ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ മാത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കാൻ. രാജാവല്ലേ, ഭരണാധികാരിയാ, ഖലീഫയാണ്. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം. ബഹുമാനപ്പെട്ടവരുടെ കട്ടിൽ അവരും തൊട്ടരികത്ത് ഡോക്ടറും ഇരിക്കുന്നത്. ഇങ്ങനെ ഓതുന്നുണ്ട്. എന്താ ഓതുന്നത്? സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുക ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ ആയത്തിന്റെ ഓതി എന്താ ആയത്തിന്റെ അർത്ഥം? തിൽക ദാറുൽ ആഖിറ, പരലോകം എന്ന നാളെയുടെ ജീവിതം, നജ്അലുഹാ, ആഖിറത്തിന്റെ വിജയം നാം നൽകുന്നത് ആർക്കാണ്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ്. ഫിത്നയും ഫസാദ്, ഞങ്ങളെ കൊണ്ട് മദ്രസ ഊരിയെക്കാൻ പാടില്ല, ഞങ്ങളെ കൊണ്ടൊരു നാട്ടിൽ അടിപിടി ഉണ്ടാവരുത്, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം. ഉലുവൻ, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക്, ഭൂമിയിൽ ഫിത്ന ഉണ്ടാവരുത് എന്ന് കൊതിക്കുന്നവർക്ക്, അവർക്കാണ് തിൽക ദാറുൽ ആഖിറ, അവർക്കാണ് പരലോകം. അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മുഅ്മിനെ ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ. ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, മാ അൻതും ബിഇൻസിൻ വലാ ജാൻ, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. ആരാ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്താണ് ഓതി വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ആഖിബത്തുള്ളത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ ജിന്നുകളല്ലല്ലോ. എന്നിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങോട്ട് പുറത്തിറങ്ങിപ്പോയി. അവർക്ക് മനസ്സിലായി സംഗതി മറ്റാരൊക്കെയോ ഇവിടെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, പുറത്തു നിൽക്കുന്ന ഞങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരിന്നെന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ? തൊട്ടരികത്ത് ഇങ്ങോട്ട് വരിന്നെന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. ചെന്ന് നോക്കുമ്പോഴേക്കും വഫാത്തായിട്ടുണ്ട്. അതിന് മുമ്പ് തൊട്ട് ഓതിയത് ഈ ആയത്ത്, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, ജിന്നുകളല്ലല്ലോ. ആരാ അവിടെ വന്നത്? അല്ലാഹുവിന്റെ മലക്കുകളാ. കണ്ണുകൊണ്ട് കാണുക.